അയ്യോ ഞാൻ ജനന്റെ ബാക്കിലൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിടാവ് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഗൈസ് ഞങ്ങളെല്ലാരും മാറ്റി പുതിയ പുതിയ ഡ്രസ്സിലാണ്. ഡ്രസ്സ് അതേതായാലും ഓൾ എടുക്കാനായിട്ടില്ല സെൽഫി സ്റ്റിക്ക്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മഞ്ചേരി പോവാണ് ഗൈസ്. അപ്പൊ ഇന്ന് വീടിൻ്റെ ഉള്ളിലല്ല ബ്ലോഗ് ഉണ്ടാക്കി കരയാ ഫോണിൽ കണ്ടുണ്ടാക്കി കരയാ നോക്കാനും കാണിച്ചു കൊടുക്കില്ല. അപ്പൊ ഇന്ന് നമ്മള് പോണെന്താ വെച്ചാല് ദിലുവിന്റെ ഫ്രണ്ട് എവിടേക്ക് പോവാണ്, UK പോവാണ്. അപ്പൊ ഇന്നലെ നമ്മൾ അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് ആ അച്ചാറ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ അതിനൊന്നല്ലോ ഗൈസ്. അപ്പൊ അവളെ യാത്ര ആക്കാനും നാളെ കണ്ടിക്കണ് ഓള് ഫോൺ പലിച്ചിട്ട് പപ്പൂസ് എങ്ങോട്ടാ പോണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? അവിടെ ആരാപ്പോ? അതെ എൻ്റെ മേത്തേക്ക് വന്ന് കടിച്ചു തന്നെ. ഞാൻ കണ്ടിട്ടില്ലോട്ടി ഗൈസ്. പൂട്ടി ഇറങ്ങാനുള്ള പ്ലാനൊക്കെയാണ്. പക്ഷെ ഓള് ചായ മറന്നിക്കണ്. ഓളെന്നെ തുറന്നതും ഓളെന്നെ പൂട്ടിയതൊക്കെ എവിടെ വെച്ച് നോക്ക് ഓർമ്മയില്ല. അതൊന്നും സ്വാഭാവികമാണ്, കാരണം എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. അപ്പം നമ്മളത് കാര്യമായിട്ട് എടുക്കല്ല. ഓളെന്നെ തെരഞ്ഞോട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യണില്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചുമ്പോൾ അങ്ങനെ എന്നോട് പറയല് ഗൈസ്. നിങ്ങൾക്കാണ് അത് തെരഞ്ഞോട് ചോദിച്ചു. എൻ്റെ കുപ്പായത്തിൽ ഇജ്ജ് ചളിയാക്കിയില്ല ഇജ്ജ്. അപ്പോൾ ഇത് ആ ഷൂ എൻ്റെ മേത്തേക്ക് വെക്കല ഇജ്ജ്. പഠിച്ചോന്ന് വെച്ചാൽ എൻ്റെ മുടി കാണുമ്പോഴാണ്. ഹലോ ഗൈസ്, ഇന്നുണ്ട് ഉച്ചക്കുണ്ട് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്. ഫോൺ ഓൺ ആക്കിയാണ്ട് പപ്പാക്ക് വിളിച്ചിന് ഇജ്ജ്. അമ്പേ ഹലോ പറഞ്ഞ അയ്യോ താങ്ക് യു. ഞാൻ ഗൈസ് ചോദ്യം ഓളെ തന്നെ കാട്ടി കൊടുക്കുമ്പോൾ വീഡിയോ കോളാണ് എഴുതി പറയുന്നുണ്ട്. ഹലോ പറഞ്ഞോക്കെ. അയ്യോ ഉണ്ടോ? അപ്പോൾ ഗൈസ് പോക്ക് ക്യാൻസൽ ആയിക്കാണ്. കാരണം ചാവി കാണാനല്ല, വെച്ചാക്കി അതറിയുള്ളത് എവിടെ ഉള്ളത്. തപ്പിക്കൂടി എവിടേക്ക് വെച്ചെന്ന് അറിയിച്ചു. ഈ കുണ്ടിലുണ്ടോ? പിന്നെ എവിടേക്ക് വെച്ച് അതിനോട് എപ്പോഴും പറയുന്നുണ്ട്. അതിനോട് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, ഓരോ സാധനം ഓരോ സ്ഥലത്ത് വെക്കുക. അപ്പോൾ നമുക്കത് തരുമ്പോൾ അവിടുന്ന് കിട്ടും. എൻ്റെ സാധനം ഇത് വെക്കൽ അങ്ങനെയല്ല. ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ അത് അപ്പുറത്ത് വെക്കും, പിന്നെ കിട്ടിയത് വേറെ സ്ഥലത്തേക്ക് ഇറങ്ങും. തെരഞ്ഞൂട് ഞാനെങ്ങനെ കാണുന്നത്? ഞാൻ അന്ന് എനിക്ക് വണ്ടൂരിന്ന് എൻ്റെ അടുത്ത് ഞാൻ ചാവി കൊടുത്തേച്ച് ഞാൻ വിട്ടതാണ് അല്ലേ? അന്ന് ഞാൻ കണ്ടു. എവിടുന്ന് അറിയോ? ഇതാണ് ഈ തരപ്പുമ്മ കണ്ടിന്. ഇവിടെ വെച്ചിന് ഗൈസ്. എന്താണ് ഇതുമ്മേ ഇവിടെ എനിക്കതിനറിയുന്നത്. ഞാൻ എടുത്ത് വെച്ചില്ല, കാരണം ഇജ്ജല്ലേ. ഞാൻ ജനന്റെ ബാക്കിലൊക്കെ ഇല്ല, ഞാൻ എന്റെ ബാക്കിലൊക്കെ ഉണ്ടോ? അവിടെ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞ തിരക്കുമ്പോഴാണ്. ജണ്ടീനോ ഇനി ഇവിടെ ഉണ്ടാവോ ഗൈസ്? ആകെ മൂഞ്ചിരിക്കാണ്, സ്വാഭാവികം. അത് നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. പോകാൻ നേരത്തേക്ക് ഒരു അവസരമില്ല സാധനം കിട്ടാൻ. ജോടെ കണ്ടിനി ഉമ്മ ചാവി എവിടെ ചോദിച്ചോക്കെ, ചാവി എവിടെ ചോദിച്ചോക്കെ, ചാവി എവിടെ വെച്ചോക്കെ. ആ പെട്ടിയിലുണ്ടോ? അതിലില്ല. ഞാൻ തുറന്നില്ല, അതിലില്ല.
ഓളോടൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞാണല്ലോ ഗായ്സ്. ഇന്ന ചാവിട്ടല്ലോ ആ നീല ബക്കറ്റ് ഉണ്ടോ അതില് ഞാനൊന്നല്ല എടുത്തത്, ഞാനൊന്നല്ല. പിന്നെ ഞാനല്ല പിന്നെ ആരെ എടുത്തുകൊണ്ട് ഏത് എവിടെ പോയപ്പോ ബർത്ത്ഡേ ഞാൻ ചാവ എടുത്തില്ലല്ലോ. ഇതിന് ജോലിന് ഇവിടെ കാര്യം വർത്താനം പറഞ്ഞു ഡിസ്കസ് ചെയ്യാണ് ഇവിടെ. ആരും ചാവി പാത്ത് എടുത്ത ചെയ്ജാണോ? സോളിയുടെ ബാക്കിലുണ്ട്. അല്ല എന്ത് പോണ്ടെങ്കിൽ പോരെ പാത്തച്ചൊന്നല്ല. എന്റെ ചായ തെരഞ്ഞപ്പോ എടുത്ത ചാവും ജമ്മേ ഇച്ചിപ്പോ എന്റെ അടുക്കണ്ടോ ഇതൊക്കെ ഐസിന്റെ സ്പ്രേന്റെ കളക്ഷന് കുറച്ചുള്ളൂ. ഇനി ഇതിലേറെ ആക്കാനല്ലാണ് എന്റെ പ്ലാന്. എവിടെ ഇതൊന്നല്ല സ്പ്രേ എണ്ണം കുറഞ്ഞു. ഞാൻ എണ്ണുണ്ട് ഇനിയിപ്പോ ഇതിലോ ഗായ്സ്. ഇന്ന് മഞ്ചേരി കൊത്തിച്ചു കൊണ്ടില്ല. പൈസ എടുത്തല്ലോ, എണ്ണ അടിച്ചാൻ പൈസ എടുത്തോ? ഞാൻ ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞ പൈസ എടുക്ക്. ആ എണ്ണ പൈസ എടുത്തോ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുക്കൊന്നും വേണ്ട, അവിടെ നോട്ടെ പോരെ. നിങ്ങളൊന്ന് ഇറങ്ങി തന്നാ മതി. പൈസന്റെ ഇഷ്യൂ ഒന്നുമില്ലേ. ഇപ്പം പോണം പറ. ഞാൻ ഫോൺ പിടിച്ചിട്ടുണ്ടില്ല, ഡ്യൂട്ടിയിലാണ്. പോവല്ലേ നമ്മൾ ഗൈസ്? ബൈക്കുമ്മേലാണ്. നാളെ കാറെത്തും അല്ലേ? നമുക്ക് നാളെ കാറിൽ പോവാം. ഇന്ന് ബൈക്കുമ്മേ. അപ്പൊ ഗൈസ് ഞങ്ങൾ പപ്സിനെ കണ്ടുമുട്ടി. അപ്പൂസ് ബിസ്ക്കറ്റ് അമ്മാനെ വേണ്ട ആടൊന്നോ. നമ്മൾ സീറ്റിന്റെ വീട്ടിലെത്തിക്കാണ് ഗൈസ്. UK വീട്ടിലെത്താനായി. ഗൈസ് ഞാൻ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഇന്നെ വിളിച്ച് കൊടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ചിലക്കാൻ നിൽക്കാണ്. 10:30 സമയം, ഒരു കൊഞ്ചാൻ വെക്കുന്ന സമയമാണ് അല്ലേ? അപ്പോ ഓക്കെന്നെ മനസ്സിലായി കണ്ടോ ചെറിച്ചത്. എന്നാ വരി നമുക്ക് ഓലെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് വീഡിയോ എടുക്കാനും പറ്റുമോ എന്താ അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ എന്നാ പേരുടെ ഉള്ളിൽ പോയാൽ പോവാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൂസ് തന്നെ അവിടെ പോലെയൊക്കെ നോക്കുന്നുണ്ട് കവറിൽ. അപ്പോൾ ഇതെന്താ നോക്കുന്നത്? എനിക്ക് എന്താണ് കിട്ടിയത് ഗൈസ്? അപ്പൂസിന് എന്തൊക്കെയാ കൊടുത്തേക്കണ് കേട്ടോ. ഓല് അൺബോക്സ് ചെയ്യും അപ്പൂസ്. എത്തപ്പച്ച് തന്ന് എന്ത് ഇതെന്ത് തന്നെ ഗൈസ്? ഞങ്ങൾ പോയപ്പോ മുള്ളമ്മന്തി കുത്തി ദിലുവിനെ മുമ്പ് കടിച്ചാടിയിട്ടില്ലേ? അപ്പോ മുള്ളി പന്നി എന്നൊക്കെ കുത്തുന്നെങ്കിൽ അങ്ങനത്തെ സാധനം വേണം. അപ്പൊ മുള്ളമ്മന്തിമാരി എനിക്ക് പറയല് അങ്ങനെ ഗൈസ്. ഉറക്കം വരുന്നുണ്ട് ഗൈസ്. പരിപാടി അങ്ങനെ എന്തൊക്കെയായി ഗൈസ്. എനിവേ ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഫുഡ് കഴിച്ചില്ല, കുളിച്ചില്ല. ഞാൻ കടയിൽ നേരെ കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യിക്കാണ്, മഞ്ചേരി പോയേക്കാണ്. അവിടെ നമ്മൾ എന്താ പറയാ ഓളെ കണ്ട് സീറ്റിനെ ഓളെ ഫ്രണ്ടിനൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്ത് യാത്രയൊക്കെ ആക്കി. അപ്പോൾ ഓള് നാളെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഇന്ന് യാത്രയാക്കി ഞങ്ങൾ ഇവിടെ പോകുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കുക, കിടക്കുക. എനിക്ക് സങ്കടം ഉറക്കം വന്നിട്ടോ. ഞാനും ഒന്നും കട്ടി കണ്ടിട്ട് നിൽക്കണിട്ട്. അപ്പോൾ അപ്പു എന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇത് എടുത്താണ് ചിരിച്ചു കൊടുത്താ. എന്നെ എല്ലാവർക്കും ചോദിച്ചിട്ടുണ്ട്. എന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എടാ അപ്പൂസിന് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ എന്നോട് പറയുന്നതേ സുഖാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു പപ്പൂസിന്. അപ്പൊ പറഞ്ഞ് ചിരിച്ചു കൊടുത്താ. നീയാണ് ചിരിച്ചു കൊടുത്താ. ഓ ഗായ്സ് ഭയങ്കര ഗൗരവത്തിലാണ് അപ്പൂസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.